സമൂഹ മാധ്യമങ്ങളുടെ ചതിക്കുഴികളെക്കുറിച്ച് വീട്ടിലും സ്കൂളിലുമൊക്കെ എപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലേ. ഇൻസ്റ്റഗ്രാമിൽ സൗഹൃദം കൂടാനെത്തുന്നവരെ വിശ്വസിക്കരുതെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാലും പാഠം പഠിക്കാത്ത ചില കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇടുക്കി മറയൂരിൽ 4 വർഷം മുൻപ് 16-കാരിയെ പീഡിപ്പിച്ചത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളാണ്. തിരുപ്പൂർ സ്വദേശി മുഹമ്മദ് റിയാസ് ജോലി വാഗ്ദാനം നൽകി തമിഴ്നാട്ടിലെത്തിച്ചാണ് കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മറയൂർ പോക്സോ കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിത്. പ്രതി മുഹമ്മദ് റിയാസിന് 30 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് ഇടുക്കി അതിവേഗ പോക്സോ കോടതിയുടെ വിധി. രണ്ടായിരത്തി 22-ലാണ് ഇടുക്കി മറയൂർ സ്വദേശിനിയായ 16-കാരിയെ പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഫോണിലൂടെ പരിചയപ്പെട്ട ഇരുവരും തമ്മിൽ നിരന്തരം ബന്ധം പുലർത്തുകയും തുടർന്ന് ഇയാൾ പെൺകുട്ടിക്ക് ജോലി വാഗ്ദാനം നൽകി തമിഴ്നാട് തിരുപ്പൂരിൽ വിളിച്ചു വരുത്തുകയുമായിരുന്നു. സിനിമ കാണാനായി തിയേറ്ററിലെത്തിച്ച ശേഷം അവിടെ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. ആൾത്തിരക്കില്ലാത്ത തിയേറ്ററിൽ 2 സീറ്റുകൾക്കിടയിൽ കിടത്തി പെൺകുട്ടിയെ പ്രതി മുഹമ്മദ് റിയാസ് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പിന്നീട് പെൺകുട്ടിയെ കാണാതായെന്ന പിതാവിന്റെ പരാതിയിൽ മറയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ തിരുപ്പൂരിൽ നിന്നും കണ്ടെത്തി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇടുക്കി അതിവേഗ പോക്സോ കോടതി കേസിൽ വിധി പറഞ്ഞത്. പ്രതി കുറ്റം ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഇടുക്കി പൈനാവ് അതിവേഗ പോക്സോ കോടതിയാണ് കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 ഇടുക്കി.